സോ നമ്മൾ ഐഫോൺ യൂസേഴ്സ് അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു ഏരിയയാണ് ഐഫോണിൻ്റെ ആക്സസിബിലിറ്റി ഫീച്ചേഴ്സ്. പലരും വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു ആക്സസിബിലിറ്റി സെറ്റിംഗ്സ് കൊണ്ട് നമ്മൾ നോർമൽ ഐഫോൺ യൂസേഴ്സിന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ല എന്നാണ്. പക്ഷേ അത് തെറ്റാണ്. നിങ്ങളൊരു പുതിയ ഐഫോൺ യൂസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഐഫോൺ യൂസ് ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന 10 കിടിലൻ ആക്സസിബിലിറ്റി ഫീച്ചേഴ്സാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലെ ഒന്നാമത്തെ ഫീച്ചറാണ് ഐ ട്രാക്കിംഗ്. iOS 18 ആപ്പിൾ ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഐ ട്രാക്കിംഗ് എന്ന് പറയുന്ന ആക്സസിബിലിറ്റി ഫീച്ചർ വർക്ക് ചെയ്യുന്നത് നമ്മുടെ കണ്ണുകളുടെ സഹായത്തോടെ നമ്മുടെ ഡിവൈസിൻ്റെ ഐഫോണോ ഐപാഡോ ആയിക്കോട്ടെ ഇതിൻ്റെ സിസ്റ്റം ഇൻ്റർഫേസ് നാവിഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫീച്ചറാണ്, അല്ലെങ്കിൽ ഫങ്ഷണാലിറ്റിയാണ്. ഇതിനെ പവർ ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. നമ്മുടെ ഡിവൈസിൻ്റെ മെഷീൻ ലേണിംഗിൻ്റെ സഹായത്തോടെയാണ് ഈ ഒരു ഫങ്ഷണാലിറ്റി വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഫീച്ചർ നമുക്ക് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തേക്കുന്നത് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് വേണ്ടിയാണ്. കാരണം അവർക്ക് കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡിവൈസിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് ഫേസിങ് ക്യാമറയാണ്. സോ അത് ഉപയോഗിച്ചാണ് ഇത് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒരു കാലിബ്രേഷൻ വരും. അങ്ങനെ കാലിബ്രേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫങ്ഷണാലിറ്റി നമുക്ക് വർക്ക് ആകുന്നത്, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. 2 മ്യൂസിക് ഹാപ്റ്റിക്സ്. iOS 8 കൊണ്ടുവന്ന മറ്റൊരു കിഡിലൻ ഫീച്ചറാണ് മ്യൂസിക് ഹാപ്റ്റിക്സ്. സോ ടാപ്റ്റിക് എഞ്ചിൻ, നമ്മളുടെ ഐഫോണിലുള്ള ടാപ്റ്റിക് എഞ്ചിൻ്റെ സഹായത്തോടെയാണ് ഈ ഒരു ഫീച്ചർ വർക്ക് ആകുന്നത്. നമ്മുടെ ഐഫോണിൽ മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഈ ഒരു ഫങ്ഷണാലിറ്റി എനേബിൾ ചെയ്യുന്നതിലൂടെ ഹാപ്റ്റിക് എഞ്ചിൻ അല്ലെങ്കിൽ ഹാപ്റ്റിക് ഫീഡ്ബാക്കിൻ്റെ സഹായത്തോടെ ആ ഒരു മ്യൂസിക്കിൻ്റെ ഇൻറ്റൻസിറ്റി റിതമൊക്കെ അനുസരിച്ച് നമ്മുടെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒരു വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ലഭിക്കുന്ന ആ ഒരു ഫീഡ്ബാക്ക് ഉപയോഗിച്ച് നമുക്ക് ആ ഒരു പാട്ട് കൃത്യമായിട്ട് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ മൂന്നാമത്താണ് അസിസ്റ്റീവ് ആക്സസ്. ഇത് ആപ്പിൾ കഴിഞ്ഞ വർഷം iOS 17 ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഫീച്ചറാണ്. ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. കാരണം നമുക്ക് അധികം പരിചയമില്ലാത്ത ഒരു വ്യക്തിയുടെ ഫോൺ കൊടുക്കുന്ന ഒരു ടൈമിൽ, അല്ലാന്നുണ്ടെങ്കിൽ സർവീസ് സെൻറ്ററിൽ നമ്മൾ ഫോൺ അവിടെ ഏൽപ്പിക്കുന്ന ടൈമിൽ ഈ ഒരു ഫങ്ഷണാലിറ്റി എനേബിൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഡാറ്റയിലേക്കും അവർക്ക് ആക്സസ് ലഭിക്കത്തില്ല എന്ന് മാത്രമല്ല, നമ്മൾ ആക്സസ് കൊടുക്കുന്ന സർട്ടൺ ആയിട്ടുള്ള ആപ്ലിക്കേഷനിലേക്ക്, ഓപ്ഷൻസിലേക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യുന്നതിലൂടെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ ഇത് സെറ്റപ്പ് ചെയ്യാൻ കണ്ടിന്യൂ കൊടുക്കുക, വീണ്ടും നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക, അല്ലെങ്കിൽ ചേഞ്ച് ആപ്പിൾ അക്കൗണ്ടിൻ്റെ ഓപ്ഷൻ വരെ ഉണ്ട്. ഇവിടെ നമുക്ക് അപ്പിയറൻസ് എങ്ങനെ വേണം ഇത് അപ്പിയർ ആകേണ്ട ഗ്രിഡാണ് ഞാൻ സെലക്ട് ചെയ്തത്. അത് വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. ഇനി ഏതൊക്കെ ആപ്ലിക്കേഷൻസിന് ആക്സസ് കൊടുക്കണം അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കോൾ ആപ്പ് ഞാനിവിടെ കൊടുത്തു. അതിൽ ഫേവറേറ്റ് മാത്രം മതിയോ, അല്ലെങ്കിൽ ചില നമ്പേഴ്സ് മാത്രം മതിയോ, ഇനി അതല്ല കീപാഡ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതും നമുക്ക് കൊടുക്കാം. അതിനുശേഷം മറ്റ് ആപ്ലിക്കേഷൻസ്, അത് ഫസ്റ്റ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉണ്ട്, തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷൻസ് മാത്രം ആക്സസ് കൊടുക്കുക. ദെൻ കണ്ടിന്യൂ കൊടുക്കുക. എമർജൻസി SOS, നോട്ടിഫിക്കേഷൻസ് ഇതെല്ലാം അവൈലബിൾ ആണ്. കണ്ടിന്യൂ വീണ്ടും കൊടുക്കുക. ഇനിയുള്ളത് ഇതിൻ്റെ സെക്യൂരിറ്റിയാണ്. ഇവിടെ നമ്മുടെ ഫോണിൻ്റെ ഫേസ് ഐഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ യഥാർത്ഥത്തിലുള്ള പാസ്വേഡോ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിനു വേണ്ടി തന്നെ സെപ്പറേറ്റ് ഒരു പാസ്വേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. സോ ഈ ഒരു പാസ്വേഡ് ഇഷ്ടമുള്ളത് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ റീ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം നോട്ട് നൗ കൊടുക്കുന്നു. പിന്നെയുള്ളത് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ആക്സസിബിലിറ്റി അല്ലെങ്കിൽ അസിസ്റ്റീവ് ആക്സസിലേക്ക് പോകത്തുള്ളൂ. ഇതാണ് അസിസ്റ്റീവ് ആക്സസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ലിമിറ്റഡ് ആപ്ലിക്കേഷൻ, ലിമിറ്റഡ് ഫീച്ചേഴ്സ്, ഇത് മാത്രമേ ആക്സസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പം ക്യാമറ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാമറ ഇങ്ങനെയാണ് ഫോട്ടോസൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ഓപ്ഷൻസ് വരുന്നത്. ഇനി ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പവർ ബട്ടണിൽ ത്രിബിൾ ടാപ്പ് ചെയ്താൽ മതി. 1, 2, 3 ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സിറ്റ് ഓപ്ഷൻ വരും. ഇങ്ങനെ നമുക്ക് എക്സിറ്റ് ആകാൻ സാധിക്കുന്നതാണ്. 4 വോയിസ് ഷോർട്ട് കട്ട്. നമ്മൾ സിരി ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ലേ, സിരി ഓട്ടോമേഷൻ, സിരി ഷോർട്ട് കട്ട്സ്, അത് തന്നെയാണ് നമുക്ക് ആ സെയിം ടാസ്കുകളെ ഒരു വോയിസിലേക്ക് അസൈൻ ചെയ്യാം. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന സിരി ഷോർട്ട് കട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഓട്ടോമേഷൻ ആയിക്കോട്ടെ, അതിനെ ഒരു വോയിസ് ഷോർട്ട് കട്ടിലേക്ക് നമ്മൾ അസൈൻ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഫ്രേസ് അങ്ങ് പറഞ്ഞാൽ നമുക്ക് ഈ ഷോർട്ട് കട്ട് റൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ആക്സസിബിലിറ്റി സെറ്റിംഗ്സിൽ ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ വോയിസ് ഷോർട്ട് കട്ട്. സോ ക്രിയേറ്റ് ചെയ്യാൻ ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുക. അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഷോർട്ട് കട്ടുകൾ കാണാൻ സാധിക്കും. ആ ഷോർട്ട് കട്ട് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ 5G എന്ന് പറയുന്ന ഫ്രേസ് അങ്ങ് കൊടുത്തു, ഗോ കൊടുത്തു. എന്നിട്ട് ഈ ഒരു വാക്ക് ഞാൻ ഒരു 3 പ്രാവശ്യം പറയണം. അങ്ങനെ ഈ ഒരു വോക്കൽ ഷോർട്ട് കട്ട് റെഡി ആകുന്നതായിരിക്കും. ദെൻ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. ഇനി നമ്മൾ ആ ഒരു ഫ്രേസ് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു ഷോർട്ട് കട്ട് റൺ ആയിട്ടുണ്ട്. ഇവിടെ കൺട്രോൾ സെൻറ്ററിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം 5Gയിലാണ് ഇപ്പം റൺ ചെയ്യുന്നത്. ഇതിലെ 5ാമത്തെ കിടിലൻ ഫീച്ചറാണ് മോഷൻ ക്യൂ എന്നുള്ളത്. നിങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, കാറിൽ ഇപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് ഐഫോണോ ഐപാഡോ യൂസ് ചെയ്യുവാണ്. ആ ടൈമിൽ എനിക്കുണ്ടാകാറുണ്ട് പേഴ്സണലി. അതായത് കുറച്ച് നേരം ഫോണിലേക്ക് നോക്കിയിരുന്നു കഴിഞ്ഞാൽ എനിക്ക് തലവേദന എടുക്കാൻ തുടങ്ങും. എന്നാൽ നിങ്ങൾ മോഷൻ ക്യൂ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്തിട്ടാണ് ഡിവൈസ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഈ ഒരു ഫീച്ചർ നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 2 സൈഡിലും, ഡിസ്പ്ലേയുടെ 2 സൈഡിലായിട്ട് നിങ്ങൾക്ക് 3 ഡോട്ടുകൾ കാണാൻ സാധിക്കും. വാഹനത്തിലുണ്ടാകുന്ന ഈ മൂവ്മെൻറ്റ് അനുസരിച്ച് ഈ ഡോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പോണ്ട് ചെയ്യുന്നതാണ്.
അതുകൊണ്ട് തന്നെ നമ്മൾ ഫോൺ നോക്കുന്ന ടൈമിൽ നമുക്ക് ഈ കണ്ണിൻ്റെ അത്ര സ്ട്രെയിൻ, അതായത് നോർമലി നോക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ര സ്ട്രെയിൻ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ റിഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മോഷൻ സിക്നെസ്സിനെ നമുക്ക് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ഫീച്ചർ കൊണ്ട്. വാഹനങ്ങളിൽ ഇരുന്ന് നിങ്ങൾ ഐപാഡോ ഐഫോണോ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഫീച്ചർ യൂസ്ഫുൾ ആണ്. ആറാമത്, ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ഫീച്ചറാണ് അല്ലെങ്കിൽ ഓപ്ഷനാണ് ഡിം ഫ്ലാഷിംഗ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇത് അറിയാതെ എനേബിൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ നിങ്ങൾ ഐഫോണിൽ കാണുന്ന ടൈമിൽ അതിൽ ഈ ഡിസ്കോ ലൈറ്റ് പോലത്തെ വളരെ ഫ്ലാഷിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലാഷ് ആയിട്ടുള്ള ലൈറ്റ് വരുന്നുണ്ടെങ്കിൽ അതൊരു മങ്ങിയ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. എന്നാൽ ചില യൂസേഴ്സിന് ഇങ്ങനെ വരുന്ന ഫ്ലാഷിംഗ് ലൈറ്റ് അവരുടെ കണ്ണുകൾക്ക് സ്ട്രെയിൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് തടയാൻ അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാൻ നമുക്ക് ഈ ഒരു ഡിം ഫ്ലാഷിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞ ഫീച്ചർ എനേബിൾ ചെയ്താൽ മതി. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന ഐഫോൺ 13 Pro മുതലുള്ള ഡിവൈസുകൾ 13 Pro, 14 Pro, 15 Pro, 16 Pro ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ അതിൽ നമുക്കറിയാം 120 Hz റീഫ്രഷ് റേറ്റ് ആണ് ഈ ഡിവൈസുകളിലെല്ലാം ഉള്ളത്. നിങ്ങൾക്ക് ആ ഒരു റീഫ്രഷ് റേറ്റ് താൽക്കാലികമായിട്ടൊന്ന് ഡിസേബിൾ ചെയ്ത് നോർമൽ 60 Hz ആക്കണം എന്നുണ്ടെങ്കിൽ ഇതേ മോഷൻ്റെ സെറ്റിംഗ്സിനകത്ത് ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഏറ്റവും താഴെ ഒരു ഓപ്ഷൻ കാണാം, ലിമിറ്റ് ഫ്രെയിം റേറ്റ് എന്ന് പറയുന്നത്. അത് എനേബിൾ ചെയ്താൽ മതി 120 Hz എന്നുള്ളത് 60 Hz മാറുന്നതാണ്. 8, അറിയാതെങ്കിലും നിങ്ങൾ കോൾ ചെയ്യുന്ന ടൈമിൽ പവർ ബട്ടണിൽ പ്രസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ കോൾ കട്ടാവും. അത് ഒഴിവാക്കാൻ ഒരു കിടിലൻ ഫീച്ചറുണ്ട്. അതിനുവേണ്ടി ആക്സസിബിലിറ്റിയിലെ ടച്ച് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് പോവുക. താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാം പ്രിവെൻറ്റ് ലോക്ക് ടു എൻഡ് കോൾ എന്ന് പറയുന്നത്. ഇത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കോളിലാണെങ്കിലും അറിയാതെ നിങ്ങൾ പവർ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിലും കോൾ കട്ടാകത്തില്ല. 9, നിങ്ങളും എന്നെപ്പോലെ തന്നെ ആപ്പിൾ വാച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഏത് സീരീസിലുള്ള, അതായത് ഏത് മോഡലിലുള്ള ആപ്പിൾ വാച്ച് ആണ് എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ആപ്പിൾ വാച്ച് ഐഫോൺ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്നല്ലേ? അതിന് ആക്സസിബിലിറ്റി സെറ്റിംഗ്സിൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ കാണാം ആപ്പിൾ വാച്ച് മിററിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ ആപ്പിൾ വാച്ച് മിററിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അങ്ങ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്പിൾ വാച്ച് ഈ ഒരു സ്ക്രീനിൽ വരുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ആപ്പിൾ വാച്ച് ഫിസിക്കലി നിങ്ങൾക്ക് കൈകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അങ്ങനെ ലിറ്ററലി നിങ്ങളുടെ ആപ്പിൾ വാച്ച് ഈ ഒരു സ്ക്രീനിലൂടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനലി നിങ്ങളുടെ കേഴ്സർ, അതായത് നമ്മൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ നമ്മൾ ഡിസ്പ്ലേയിൽ അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു കേഴ്സർ ഇങ്ങനെ വരും. ആ കേഴ്സർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് ആക്സസിബിലിറ്റിയിൽ മോഷൻ എന്ന് പറയുന്ന ഓപ്ഷനകത്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രിഫർ നോൺ ബ്ലിങ്കിങ് കേഴ്സർ. ഇതങ്ങ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ കാണുന്ന പോലെ നമ്മളുടെ ആ ഒരു കേഴ്സർ എടുത്ത് എവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുമ്പം അതിങ്ങനെ ബ്ലിങ്ക് ആകാതിരിക്കുന്നത് കാണാൻ സാധിക്കും. സോ അത് ഇങ്ങനെ എനേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. എനിക്ക് ഉറപ്പാണ് ഈ പറഞ്ഞിട്ടുള്ള ആക്സസിബിലിറ്റി ഫീച്ചേഴ്സ് ഇതിൽ കുറച്ചെങ്കിലും ഫീച്ചേഴ്സ് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലായിരിക്കും അല്ലെങ്കിൽ യൂസ് പോലും ചെയ്തിട്ടില്ലായിരിക്കും. സോ ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ് ഔട്ട്. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. Catch you guys on next one. Till then, peace.